2-3 ദിവസം മുമ്പ് ബഷീറുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മഷൂറയുടെ സഹോദരൻ ഒരു കുട്ടി ജനിച്ചിട്ട് അതൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോഴത്തേനും അവരെ കാണാൻ വേണ്ടി അവർ വീട്ടിൽ പോകുന്നത്, അവിടെ ചെന്ന് കൊച്ചിനെ എടുക്കുന്നത്, അതിനെക്കുറിച്ചുള്ള വീഡിയോസ്, അങ്ങോട്ട് പോയി സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഈ ഒരു മഷൂറയുടെ അമ്മയടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, മഷൂർ ഇപ്പോൾ കുട്ടികളൊക്കെ 2 കുട്ടികൾ കഴിഞ്ഞപ്പോൾ 3ാമത്തെ കുട്ടി ജനിച്ചല്ലോ, നമ്മുടെ കുടുംബത്തിൽ പെങ്കൊച്ചാവുമെന്ന് വിചാരിച്ചിരുന്നു, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഷൂറയുടെ അമ്മയാണെങ്കിൽ പറഞ്ഞു 3 കുട്ടികളൊന്നുമല്ല, 2 കുട്ടികളല്ല 4 കുട്ടികളുണ്ടല്ലോ. ആ സമയത്ത് സുഹനയുടെ കുട്ടികളെയും കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത് 4 കുട്ടികളുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇതിൻ്റെ താഴെ കുറേയധികം പേര് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉമ്മ തന്നെ 4 കുട്ടികളെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ മഷൂറ ഇങ്ങനത്തെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനൊന്നും തന്നെ റെഡിയല്ല, കാരണം സ്വന്തം കുട്ടികളായിരുന്നെങ്കിൽ എല്ലി പറയത്തുള്ളൂ എന്ന് പറഞ്ഞ് കുറേയധികം കമൻറ്റ്സ് അതിൻ്റെ താഴെ നെഗറ്റീവായിട്ട് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അന്ന് തന്നെ അവിടെ പോയി മഷൂറയുടെ ഉമ്മയും അതുപോലെ തന്നെ സഹോദരനെയൊക്കെ കണ്ടിട്ട് അപ്പം തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. ഇതിനും ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സും കാര്യങ്ങളും ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു ദിവസം പോലും വീട്ടുകാരോടെ നിൽക്കുന്നില്ല, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. എന്തുകൊണ്ട് മഷൂറ അങ്ങനെ വീട്ടിൽ നിൽക്കാത്തതിൻ്റെ കാര്യം എന്താണ്, സുഹാന ബഷീറുമായിട്ട് കുറച്ച് നേരം ടൈം വീട്ടിൽ നിൽക്കുന്നതിന് എന്തെങ്കിലും തനിക്ക് കുഴപ്പമുണ്ടോ, കുറച്ച് നേരം പോലും വീട്ടിൽ ഉമ്മയൊന്നും കാണാൻ വേണ്ടി നിൽക്കാതെ അങ്ങനെ തന്നെ തിരിച്ചു വരേണ്ട കാര്യം എന്താണ്, സുഹാനെ അങ്ങനെ ബഷീറുമായിട്ട് നിർത്തുന്നതിൽ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കമൻറ്റ്സ് ബഷീറിൻ്റെ ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ താഴെ ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു. അതും പ്രത്യേകിച്ച് മഷൂറയ്ക്കെതിരെയാണ് വന്നത്. കാരണം അവിടെ വീട്ടിലെന്താണ് ഉമ്മയടുത്ത് നിന്ന് ടൈം സ്പെൻഡ് ചെയ്യാതെ അങ്ങനെ ഇരുന്ന കുറച്ച് സുഹാനയ്ക്കും അതുപോലെ തന്നെ ബഷീറിനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കമൻറ്റ്സും കാര്യങ്ങളും മഷൂറയ്ക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ താഴത്തെ കമൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സും കാര്യങ്ങളുമാണ്. പക്ഷേ അതിന് റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും അവർ കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, അത് അവരെ കുടുംബക്കാരാണ്, അവർ 2 കല്യാണം കഴിച്ചതോ അതൊക്കെ അവരുടെ കാര്യങ്ങളാണ്, അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് കാര്യങ്ങളല്ല അവർ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിലൊക്കെ കയറി ഭയങ്കരമായിട്ട് കമൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ നിൽക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പം പറയാം അത് അവർ വീഡിയോ ഇടുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളത് ചെന്ന് കമൻറ്റ് ഇടുന്നതിന് ഓക്കെ അത് ഇടാം, പക്ഷേ ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഇടുന്നതിനോട് എനിക്കൊരിക്കലും പ്രത്യേക യോജിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, അത് ഞാൻ പറയുന്നു. ബട്ട് എന്നിരുന്നപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം നല്ല രീതിക്ക് പറയാം. ഭയങ്കര മോശമായിട്ടൊരു വ്യക്തിയെ ഭയങ്കരമായിട്ട് തരം താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ ആരടുത്തും സംസാരിക്കാനും പാടില്ലാത്തൊരു കാര്യമാണ്. സോ അത് അവരെ കുടുംബക്കാര്യം അവർ നോക്കുന്നു, അത് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അവരിഷ്ടത്തിനാണ്, അവർ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെങ്കിൽ അതിൽ കുഴപ്പമോ കാര്യങ്ങളോ ഇല്ല. അല്ലാത്ത പക്ഷം ആണെങ്കിലേ ഉള്ളൂ ഈ ഒരു പ്രശ്നമൊക്കെ വരുന്നത്. ചുമ്മാ അവരുടെ കുടുംബത്തിൽ കയറി എന്ത് ചെയ്തും ഇങ്ങനത്തുള്ള കമൻസോ കാര്യങ്ങളോ എന്നിട്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ തോന്നിയത്. അത് അവരെ കുടുംബം, അവരെ കാര്യം അവർ നോക്കിക്കോളും. അവർക്ക് ഇനി സങ്കടമാണെങ്കിൽ അവർ നോക്കിക്കോളും, സന്തോഷമാണെങ്കിൽ അവർ നല്ലോണം ജീവിച്ചോളും. അപ്പോൾ നമ്മളതിൽ വലിയ രീതിയിൽ ഇടപെടാതിരിക്കുക. പിന്നെ ഒരാളെ മാത്രം ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി എന്താ മഷൂറ എന്ന് പറഞ്ഞ ഒരു ബഷീറിൻ്റെ കയ്യിലും അങ്ങനെയാണെങ്കിൽ 2 കല്യാണം കഴിച്ചത് തെറ്റാണ്. അപ്പോഴത്തേന് ഒരാളെ മാത്രം ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി അങ്ങനെയൊന്നും സംസാരിക്കാതിരിക്കുക. അതപ്പോൾ അത് അവരിഷ്ടമാണ്, വീട്ടിൽ നിൽക്കണോ അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെയൊക്കെ നിൽക്കണോ തിരിച്ച് വരണോ എന്നുള്ളതൊക്കെ അവരിഷ്ടമാണ്.